നമസ്കാരം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ തദായൻതും ബിദൈനിൻ ഇലാ അജലിൻ മുസമ്മൻ വഉക്തുബൂഹു വല്ലക്തുബ് ബൈനക്കും കാതിബുൻ ബിൽ അദ്ലി വലാ യഉബാ കാതിബുൻ അൻ യക്തുബ. പരിശുദ്ധമായ ഖുർആനിലെ അൽ-ബഖറ എന്ന സൂറത്തിന്റെ ഏറ്റവും അവസാനത്തിൽ ഏറ്റവും വലിയ ആയത്താണ് കേട്ടോ. ആ ആയത്തിന്റെ 2 വരികളാണ് ഞാൻ ഓതിയത്. ഇത് തരുന്ന ഒരു സന്ദേശം, യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ, ഇദാ തദായൻതും ബിദൈനിൻ ഇലാ അജലിൻ മുസമ്മ, നിങ്ങൾ പണമിടപാടുകൾ നടത്തുന്നവരാണോ, ഫഉക്തുബൂഹു, നിങ്ങളത് എഴുതി വെക്കാനാ പറയണത്. നിങ്ങൾ ചെറുതോ വലുതോ ആവട്ടെ, ഏത് തുക കൊടുത്താലും നിങ്ങളത് എഴുതി വെച്ചോളൂ. വലിയ തുകയാണ്, 2 സാക്ഷികളെ കൂടെ വെച്ചോളൂ. എന്താ കുഴപ്പം? ഇത് ഖുർആൻ പഠിച്ചിട്ടുള്ള ചില സഹോദരങ്ങളുടെ ചോദ്യമുണ്ട്. നമ്മൾ പൈസയുടെ കാര്യം നമ്മളോട് ചോദിക്കുമ്പോൾ നിങ്ങൾ എപ്പോഴാണ് തരുന്നത്, എങ്ങനെ തരും, നിങ്ങൾക്കൊരു എഗ്രിമെൻ്റ് എഴുതി കൂടെ എന്നൊക്കെ ചോദിച്ചാൽ, നിനക്ക് എന്നെ വിശ്വാസമില്ലേ, നിനക്ക് ഖുർആനെ വിശ്വാസമില്ല, നിനക്ക് ഈമാനില്ലേ, നിനക്ക് അള്ളാഹി വിശ്വാസമില്ല, നിനക്ക് നിന്നെ തന്നെ വിശ്വാസമില്ലെന്ന് പലതവണ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങി ഉപയോഗിച്ചിട്ടുള്ള ചില മഹാന്മാരാണ്. സഹോദരങ്ങളെ, ഇത് ഖുർആൻ പഠിപ്പിച്ചതാണ്. ഇനി ആരും ആയിക്കൊള്ളട്ടെ, ഞാൻ നിങ്ങളോടൊക്കെ ചോദിക്കുന്നൊരു കാര്യമുണ്ട്. നിങ്ങളുടെ വീട്ടിൽ ഒരു ആധാരം എഴുത്ത് നടന്നാൽ, നിങ്ങൾ വണ്ടി മേടിച്ചാൽ നിങ്ങളുടെ കല്യാണത്തിന് ഇതിനൊന്നും എഗ്രിമെൻ്റ് എഴുതാറില്ലേ, സാക്ഷികളെ വെക്കാറില്ലേ? പിന്നെ എന്തുകൊണ്ടാണ് കടം മേടിക്കുന്ന പൈസയ്ക്ക് ഈ എഗ്രിമെൻ്റ് ചോദിച്ചു കഴിയുമ്പോൾ നിങ്ങൾ പിണങ്ങണത്? ഒരു മനുഷ്യനും പിണങ്ങേണ്ട ഒരു ആവശ്യം വരുന്നില്ല. സത്യസന്ധമായി ബന്ധങ്ങൾ നിലനിൽക്കാനും ഇടപാടുകളൊക്കെ ചെയ്യാൻ ഇതൊക്കെ ആവശ്യകതയാണ്. എന്നാൽ ചിലർ ചോദിക്കും, എത്ര ചെക്കിരിപ്പുണ്ട്, എത്ര അതിരിപ്പുണ്ട്. എന്നാലും നിങ്ങൾക്ക് ചോദിക്കാൻ, അന്തസ്സോടെ ചോദിക്കാൻ ഒരു പിടിവള്ളി അത് തന്നെയുള്ളൂ. ഈ മനുഷ്യൻ എന്ന് പറയുന്നത് ഓരോ നിമിഷത്തിലും സ്വഭാവത്തിലും രൂപത്തിലും എല്ലാത്തിലും മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ആ സന്തോഷം നിലനിൽക്കുന്ന സന്ദർഭത്തിൽ, സഹായിക്കുന്ന സന്ദർഭത്തിലുള്ള ആ സ്നേഹങ്ങൾ, ആ സന്ദർഭത്തിൽ തന്നെ കടം തരുന്നവൻ ഇങ്ങനെ ഒരു കാര്യം ആവശ്യപ്പെടാതെ എഴുതി കൊടുക്കണം. എന്താ ഇപ്പോൾ കുഴപ്പം? എന്തെങ്കിലും കുഴപ്പമുണ്ടാവുമോ? ഒരു കുഴപ്പം ഉണ്ടാവില്ല, നല്ലതേ സംഭവിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആരെങ്കിലും പണം കടം കൊടുക്കുന്നവർ, വാങ്ങുന്നവരോട് ഇത് ആവശ്യപ്പെട്ടാൽ നിങ്ങൾ തീർത്തും എഴുതി കൊടുക്കണം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാൻ മറക്കണ്ട. ഇബ്രയിൽ നിന്നും കുയിൽ നിസാർ. ബൈ.